ഈ ദിവസത്തെ വലിയ വാർത്ത നോക്കാം, ദ ബിഗസ്റ്റിലേക്ക്. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ പടയൊരുക്കവുമായി ഒരു വിഭാഗം BJP പ്രവർത്തകർ. പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട പ്രവർത്തകരാണ് പ്രഫുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പരസ്യമായി പ്രഫുൽ കൃഷ്ണയുടെ കോലവും പ്രവർത്തകർ കത്തിച്ചിരുന്നു. 100ഓളം പ്രവർത്തകർ BJP വിടാൻ സജ്ജമെന്നും കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ പ്രതിഷേധത്തിനിടയിൽ അറിയിച്ചു. അഴിമതി ആരോപണമുള്ള സ്ഥാനാർത്ഥികളെ വടകരയിലും നാദാപുരത്തും നിർത്തിയതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഈ വിഷയത്തിൽ പ്രഫുൽ കൃഷ്ണ ഇടപെട്ടെന്ന് വിമത വിഭാഗത്തിന്റെ ആരോപണമുണ്ട്. ആകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആകാശ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇങ്ങനെ പരസ്യമായ പ്രതിഷേധം നടക്കുന്നുണ്ട് BJPയിൽ. ഇന്നലെ അത് കോലം കത്തിക്കലിൽ പോലും എത്തിയിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? വിമത പക്ഷം എന്താണ്? അതും നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നാദാപുരം, വടകര മണ്ഡലങ്ങളിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അഴിമതി ആരോപണം നേരിട്ട സ്ഥാനാർത്ഥികളെ നിർത്തി എന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന വിഷയം. അതിൽ പ്രഫുൽ കൃഷ്ണ ഇടപെട്ടു. അതിനാൽ തന്നെ പ്രാദേശിക ഘടകത്തിന്റെ തീരുമാനം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ ഈ 2 മണ്ഡലങ്ങളിലും ഈ അഴിമതി ആരോപണം നിലനിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനാൽ തന്നെ ഒരു വിഭാഗം വിമത സ്ഥാനാർത്ഥികളെ, വടകരയിലാണെങ്കിൽ ശ്യാംരാജ് പൂരിയാടിനെയും നാദാപുരത്ത് കെ പത്മകുമാറിനെയുമാണ് ഇറക്കിയിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൂടാതെ തന്നെ 8ഓളം പ്രവർത്തകരെയും, ഇവരെ കൂടെ പ്രചരണത്തിന് ഇറങ്ങിയ 8ഓളം പ്രവർത്തകരെയും ഇവിടെ നിന്നും BJPയിൽ നിന്നും പുറത്താക്കി ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് 2 ദിവസം മുൻപ് വടകര മണ്ഡലത്തിൽ ഈ BJP പ്രവർത്തകർ എത്തിയിരുന്നത്. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ മുഴക്കുകയും ചെയ്തിരുന്നു. കൂടാതെ പ്രഫുൽ കൃഷ്ണയുടെ കോലം ഉൾപ്പെടെ വടകരയിൽ വെച്ച് കത്തിക്കുകയും ഉണ്ടായി. അതിന് പിന്നാലെ തന്നെ ഇത് വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. കുറ്റ്യാടി മണ്ഡലത്തിൽ ഇന്നലെ രാത്രിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. BJP പരസ്യമായി പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് ചെയ്തിരുന്നത്. പ്രഫുൽ കൃഷ്ണയുടെ കോലം ഉൾപ്പെടെ എടുത്തിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളുള്ള സ്ഥാനാർത്ഥികളെ ഈ മത്സരത്തിന് ഇറക്കിയത് വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഈ വിമത വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലുണ്ടായ പ്രതിഷേധത്തിനിടയിൽ 100ഓളം പ്രവർത്തകരെ BJPയിൽ നിന്ന് വിടാൻ, കൂടാതെ 3ഓളം പ്രവർത്തകർ സജ്ജമാണ് BJPയിൽ നിന്ന് വിടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ഒരു തലവേദന തന്നെയാണ് നേതൃത്വത്തിന് ഉണ്ടാക്കുക എന്നതിൽ ഒരു സംശയമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം 4-ാം തീയതി വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായത്. ഒരുപക്ഷെ ഇത് ഫലത്തെ ബാധിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ വിമത വിഭാഗത്തിന് BJPയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ വിമത വിഭാഗം പറഞ്ഞാണ് ശരി, ഇവരെല്ലാം തന്നെ അഴിമതി ആരോപണക്കാരാണ്. പറഞ്ഞ പോലെ തന്നെ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ BJP പ്രവർത്തകർ, BJPയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പടയൊരുക്കം നടക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആകാശ്.